ശോഭവരത്തിയൊരമ്പരവും നീ ദൃഷ്ടാന്തമതായി മോശ വരച്ച ദിവ്യാഭരണം നീ പോവാനോ സംവാഹിപ്പോനെ പേറിയ ശാരീരികരതവും നീ കർത്തൃഹിതത്താൽ തന്മാതാവായി നീ ഒരു തരുണി വാദിക്കുമോ ദൈവാജനനീ കന്യദാനാദിശയിൽ നിന്ദങ്ങൾ മേലലറുന്നോരലകൾ നീക്കണമേ സർവേശ സവിധം ധൈര്യമുള്ളോരമ്പേ തിരുസുരനരുളും ദേയങ്ങളിലാകാം നർത്തിക്കാം സൗഖ്യം രോഗാതുരരിൽക്കട്ടെ വിഷമിപ്പോ ആശ്വാസത്തെയും ദൂരസ്ഥ പ്രത്യാഗമനം മോചേ പ്രാർത്ഥന മൂലം വാഴ്ത്തുക നാഥ കൃപയാലെ പന്തേരുമാസങ്ങൾ വന്നിടുക കാലാകാലം വേനൽ വർഷം നന്മകൾ നാഥൻ നൽകട്ടെ വിളഭൂമികൾ വിളവും ഫലമൂലാദികൾ വളരാനായി വാഴ്വേറോ വൃഷ്ടിയുമേകണമേ നിർധനരവശർ ഭക്ഷിച്ചതിന കഷ്ടതകൾ ചിന്തിച്ച് ഞാൻ വിസ്മൃതനായി പാരം കല്ലേറുകളേൽക്കുമ്പോഴും പ്രാർത്ഥിച്ചേവം അറിയാതെ വലുതും ചെയ്യുന്നു ക്ഷമതൽ തുകനാഥ പ്രതിനേര തരികൾക്കായി പ്രാർത്ഥിച്ചൊരുനാഥൻ അനുയോജ്യൻ ദാസൻ തൽ പ്രാർത്ഥനയിൽ ചേർക്കണമേ കരുണാമയനീച്ചു വരവുവരയ്ക്കും സഭയിൽ നിന്നോ മക്കളിൽ നിന്നും മോർസേഫാനോസ് പ്രതിമ കീടരുതേ ദയവാകൾ പള്ളികളിൽ നാനാദിശയിൽ സ്തുതിയുയരട്ടെ നിൻപേതായി വർദ്ധിതമായെന്നു സ്തുതിയുയരെ ഈറേന്മാർ വൃന്ദ ഭൂമി മനുജ സ്തോത്രവും അർപ്പിക്കോ ഭക്തസ്മൃതി വിസ്തൃതമാക്കും തിരുനാത്തില്ലാത്തതിനാൽ ഈ പാപിക്കുന്നേറ്റു ഭീകരമോക്കെണ്ണത്തിയ ചെയ്യുക നിൻ കൃപ നീതിയോടർദ്ധിക്കും എൻ കുറ്റം മോചനവും നേടും പാപം ചെയ്തേൽക്കും ദയത്തോ മുഖപക്ഷം കൈകൂലിയുമിവിടെ ശോധിതമാം സ്വർണത്തെക്കാൾ രത്നത്തെക്കാൾ ബാഷ്പകണങ്ങൾ കാണല്ലോ തിരുമുമ്പിൽ പ്രീതിനാഥായ കണ്ണീർ കൈക്കൊണ്ടേ തെൻ പാപം കടവും മോചിക്കാം കൃപയാലിന്മേൽ കനിയണമേ ദേശി യുഗനാഥ ഞങ്ങൾക്കായി അവതീർണനായി നരനായി തീർന്ന പീഡകളേറ്റ് രക്ഷിച്ച ആധാ ദേവേശ വേദനിലേക്കാദാമിൻ പുനരാഗമനം നൽകാനായി ശബ്ദമതാ ഭൂവിൽ നീമേവി നിൻ ശരണേ നിദ്രിതരായി നിന്റെ ഉദ്ധാനം കാക്ഷിക്കുന്നോരിൽ കന്മഷമെല്ലാം നീക്കണമേ പ്രഭയിൽ ചേർക്കണമേ.
അവിടുത്തെ ആത്മാവോടുകൂടി ദൈവമായ കർത്താവിനെയും യോഗ്യനായി തീർക്കുമാറാകട്ടെ. ഗുരുവായിരിക്കുന്നതുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷിക്കായ തന്റെ സ്ത്രീകളും നാം എല്ലാവരുടെ മേൽ തന്റെ കരുണയും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. Ben Sultan Kadisto Mariam അനന്തരം തിരിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. ശിഷ്യന്മാരും അവനോടുകൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ അവരോട് ഇപ്രകാരം ചോദിച്ചു, എന്നെ കുറിച്ച് ഞാൻ ആരെന്നാകുന്നു ജനങ്ങൾ പറയുന്നത്? അവർ അവനോട് ഉത്തരമായി പറഞ്ഞത്, യോഹന്നാൻ സ്നാപകനെന്നും ചിലർ ഏലിയ എന്നും വേറെ ചിലർ പണ്ടത്തെ ദീർഘദർശിമാരിൽ പുനരുദ്ധാനം ചെയ്ത ഒരു ദീർഘദർശി എന്ന് പറയുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട്, എന്നാൽ നിങ്ങൾ പറയുന്നത് ഞാൻ ആരെന്നാകുന്നു എന്ന് ചോദിച്ചു. ശമോൻ, നീ ദൈവത്തിന്റെ മിശിഹായാകുന്നു ഉത്തരമായി പറഞ്ഞു. എന്നാൽ ഇതാരോടും പറയരുതെന്ന് അവൻ അവരോട് പ്രത്യേകം ചട്ടം കിട്ടി. പിന്നെയും അവൻ അവരോട്, മനുഷ്യപുത്രൻ വളരെ കഷ്ടതകൾ അനുഭവിക്കുകയും കശീശന്മാരാലും പ്രധാനാചാര്യന്മാരാലും സഭയന്മാരാലും ത്യജിക്കപ്പെടുവാനും അവരാൽ തന്നെ കൊല്ലപ്പെടുവാനും മൂന്നാം ദിവസം പുനരുദ്ധാനം ചെയ്യുവാനും ഒരുങ്ങിയിരിക്കുന്നെന്ന് പറഞ്ഞു. അതിന് എല്ലാവരുടെ മുൻപാകെ അവൻ ഇപ്രകാരം പറഞ്ഞു, എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ ജീവനെ ഉപേക്ഷിച്ച് നിത്യവും സ്വന്തം കുരിശെടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരട്ടെ. എന്തെന്നാൽ തന്റെ ജീവനെ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവനെ നശിപ്പിക്കുകയും എനിക്ക് വേണ്ടി തന്റെ ജീവനെ നശിപ്പിക്കുന്നവർ അതിനെ രക്ഷിക്കുകയും ചെയ്യുന്നു ചെയ്യുന്നത്. ലോകം മുഴുവനും സമ്പാദിക്കുകയും എന്നാൽ തന്റെ ആത്മാവിനെ നശിപ്പിക്കുകയോ നഷ്ടപ്പെടുത്തുകയോ ചെയ്യുകയും ചെയ്യുന്ന ഒരു മനുഷ്യനെ എന്ത് ഗുണമാകുന്നു ശ്രദ്ധിക്കുന്നത്? മർക്കോസ് പിന്നെയും യേശു തമ്പുരാൻ ശ്രീമണ്ണാരത്തിന്റെ നേരെ ഇരുന്നിട്ട് പുരുഷാരം ഭണ്ഡാരത്തിൽ നാണയമിടുന്നത് എങ്ങനെയെന്ന് നോക്കിക്കൊണ്ടിരുന്നു. ധനവാന്മാരായ പലരും അധികം കിട്ടുന്നതിരായി വിധ വന്ന് ശോമോനോ എന്ന് വിളിക്കപ്പെടുന്ന രണ്ട് മനിയോ വഴിപാടിട്ടു. യേശു തമ്പുരാൻ തന്റെ ശിഷ്യന്മാരെ വിളിച്ചവരോട്, ശ്രീമണ്ണാരത്തിൽ വഴിപാടിട്ട എല്ലാ മനുഷ്യനേക്കാളും അധികപ്പെട്ടത് ദരിദ്രയായ വിധവയാകുന്നു എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. എന്തെന്നാൽ എല്ലാവരും ഞങ്ങൾക്ക് മിച്ചമുള്ളതിൽ നിന്നായിട്ടു, ഇവളാകട്ടെ തന്റെ ദാരിദ്ര്യത്തിൽ നിന്ന് തനിക്കുള്ള സകലവും നിന്റെ സർവ സമ്പാദ്യ വഴിപാടായി സമർപ്പിച്ചു. മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ കൃപ ചെയ്യോ. പുല്ലിനു തുല്യം നരനുടെ നാൾകളവോ, ഹല്ലേലൂയ. പൂക്കുന്നിതു വയലിൽ പൂച്ചെടി പോലെ പാർക്കുമോ. മെന്നോലം വാദാമല്ലോലം മുൽമീരാമേ. ശരണത്തോലെ കൃപയിൽ മരണമടഞ്ഞൊരു ദാസനെ നിൻ ജീവസ്വരമുണർത്തണമേ. കാവറിനോ ധ്യാനത്തിന്നോ സൗമൻ കാലോസ്കുറിയിലായിസോ. വീണുലകുകൾ നിന്റേത് ഇവിടെയുമെങ്ങും നിൻകോയ്മ കാക്കേണമടിയായ അൻപോട് മൃദരിൽ കൃപ ചെയ്യുക. പാർക്കുമോ ഓർക്കുയിരേകിടും നാദാ ദേശുറിയെന്ന
നേക്കും വിതുസോദ പരിശുദ്ധാത്മാവേ ഹല്ലേലൂയ കീർത്തനവും ഒറിയോറാഹി മേലൈനോവാദാരേ മാതൃവിശുദ്ധരോടോർമ്മയിൽ ഞങ്ങളെ ചേർത്തിടേണമേ തൽ പ്രാർത്ഥനയാൽ പുണ്യം ഞങ്ങൾക്കും വിഗതർക്കും സ്നേഹസഹതി പാരേ നിങ്ങൾ പ്രാർത്ഥന ഞങ്ങൾ കവയം തന്നെ തുണയേകേണമേ പിതൃവത്സലരെ സുതമർമ്മത്തെ ആത്മജരെ വേരിത്വം പ്രാപിച്ചാർത്തരെയെല്ലാം സംരക്ഷിപ്പി നിർമ്മലമാകും വാനവകാലം കൈക്കൊള്ളുവോ നീ അടിയാർ സ്തോത്രം കേൾക്കണമെന്ന ദയശീനം മാതൃവിശോർമ്മയെ ഘോഷിക്കും ഞങ്ങൾ പുണ്യം നൽകാത്തൽ പ്രാർത്ഥനയാ സ്വർഗത്തിൽ ഭൗമിക സഭയിൽ വീണോ ശോധന്മാർക്കും വിഗതർക്കും സ്മൃതി വളരട്ടെ ആദിശത്താലോഹോ ആദിശതമൈസോനോ ആദിശതലോമോയോസോ യസരതലോഫാൻ യസരാഹാമേലാ ആദിശത്താലോഹോ ആദിശതമൈസോനോ ആദിശതലോമോയോസോ യസരതലോഫാൻ യസരാഹാമേലാ ആദിശത്താലോഹോ ആദിശതമൈസോനോ ആദിശതലോമോയോസോ യസരതലോഫാൻ യസരാഹാമേലാ ഓറാൻ സറാഹമേലായി Moran kabel tishnu beshta wasalamosa esrahamela ശുഭഹോനോ കാലോഹോ shubahonuk boroyo shmorokum elkum shihono hoyelahatoye abdaik barekumo സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ പരിശുദ്ധമാക്കപ്പെടണമേ നിന്റെ രാജ്യം വരണമേ നിന്റെ ദൃഷ്യം സ്രോതരെ പോലെ ഭൂമിയിൽ വാങ്ങണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ ഇനിയോ ദുഷ്ടനെ ഞങ്ങളെ രക്ഷപ്പെടണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു ആമേൻ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെടാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെടാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെടാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളവനെ അനുഗ്രഹം ചെയ്യണമേ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരങ്ങളും പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നിനക്ക് സ്തുതി കർത്താവേ, നിനക്ക് സ്തുതി. പാപികളായ ഞങ്ങളോട്
കരുണയുടെ വിശ്വനാമേ നിനക്ക് സ്തുതി പാർക്കുമോ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, എല്ലാം പരിശുദ്ധമാക്കണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ രക്ഷ സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള പുണ്യം തരണമേ. ഞങ്ങളുടെ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിക്കരുതേ, പിന്നെയോ ദുഷ്ടതകളെ രക്ഷപ്പെടണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളതാകുന്നു. ആമേൻ. തെറ്റിന്നിരുളാലാവൃതമാമെൻ മനനങ്ങൾ നിന്നാൽ ശോഭിക്കും ത്രാതാ. നിൻ പ്രഭയാൽ എന്റെ ഉൾഗായനങ്ങൾ തുറക്കണമേ. സൃഷ്ടിയെ ശോഭിതമാക്കും പ്രഭമൂലം ഞാൻ സ്തുതി ചെയ്യും. അതിനാൽ ഉജ്ജ്വലമണിയറയിൽ പോകുന്നു തമരമലന്മാർ. അതിവേദനയിലനുതാപികൾ അതിനാൽ രക്ഷിതരായി സ്വർഗം നേടും. മുറിയോരാകെ മാലയിനുവതാരേ ഓയലഹാത്തോയും നീനോ വശുമുഖലൻ ഹൗവൻ സുഗത തൈമുസോ. ദുഃഖം മൂണ്ടോർ നിൻ വാതിൽ മുട്ടുന്നു. കാരുണ്യത്താൽ നൽകേണം യാചനയെ. സ്വർഗ്ഗസ്ഥൻ പ്രാർത്ഥിക്കുന്നടിയാർ കൈകൊണ്ടേ കർമ്മം കാരുണ്യം ചെയ്യുക. വീണവർ തന്നാഥ മൺമേലാശയുമേ കൈകൊണ്ടേ കർമ്മം കാരുണ്യം ചെയ്യുക. കുരിയലായിസോൻ, കുരിയലായിസോൻ, കുരിയലായിസോൻ. Barakmor Yosef Sedoredam Raimo, Hallelujah. Vaptelo le dalo homestaba. Barakmor Imarlamor Yotuklon, Hallelujah. Bezgos aluhoda skilnola. Unfase men fahad dokel so, Hallelujah. Men mamloda srekoso. Mebron fast what his skin found the sadar. Hallelujah. Sainona hidro kushri. Lord the helmen de helsedalilio. Hallelujah. Men gerot forah bimomo. Men melzodam halkob hishuko. Hallelujah. ومن روح الشهيد ابتروا. نفلون من سترك الفي. هاليلويا. ربوسو من يمينو. ذنترون بكل حين رهوزوك. هاليلويا. والدرو ايهون نشلونو. لو تتقلب رجلوك. هاليلويا. القرصو والهرمون وتدرو. ودو شريو تانينو. هاليلويا. Metudribo ifazim vishli. Metul deda shem nagaren meneu. Hallelujah. Ameno bulsono. Ishni vikriv. Hallelujah. Nugrad yawmozo izabai. Vehave furgon. Hallelujah. Arimayna iloturo. Aimikoni zemadron. Hallelujah. Udron men domorio. Auda batsvayo varavo. Hallelujah. Lonetel rivelo closoto. Lonum notorok. Hallelujah. Loger noim lodomi. Notore destroel. Hallelujah. Moria notoro. Morionate log bidet yamino. Hallelujah. Bimo Moshem Sholonaki. No Saharov Lilio, Hallelujah. Moriona Trokmen Kolher Bishoso. Netar Navshak Morio, Hallelujah. Netar Mafko Komalo. Bekil Vada
ഈശോ ഹല്ലേലൂയ ഹല്ലേലൂയ ഓന്നതിന് പറയിരിക്കുന്ന കർത്താവേ ഞങ്ങളുടെ അനുഗ്രഹത്തിൽ ഞങ്ങളെ കുറിച്ച് ഇങ്ങോട്ട് കരുണ ചെയ്യണമേ. കേൾക്കുന്നവനെ നിന്റെ കരുണയോ നിന്റെ അപേക്ഷ നീ കേൾക്കണമേ. മൗത്തുള്ള രാജാവായ ഞങ്ങളുടെ രക്ഷകനായ ശംശിയാതിന്റെ പ്രതിസന്ധി മുന്നോട് ഞങ്ങൾക്ക് തിരയണമേ. നോക്കിക്കൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ കടകളും പാപങ്ങളും പരിഹരിച്ച് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഭാവി നിന്റെ കരുണയിലെ ഞങ്ങളുടെ നിൽക്കണമേ. നിന്റെ സ്ലീവ ദുഷ്ടനെന്നവന്റെ സൈന്യങ്ങളെ കാത്തുകൊള്ളണമേ. സമാധാനം ഞങ്ങളുടെ ഇടയിൽ വാഴുമാറാകണമേ. നിന്നോട് അപേക്ഷിക്കുന്ന ആത്മാക്കൾ ശരണം രക്ഷിത ഉണ്ടാക്കണമേ. നിർത്താനും ബഹുമാനം വാഴ്ത്തപ്പെട്ടതാകുന്നു. നിർത്താനും ബഹുമാനം വാഴ്ത്തപ്പെട്ടതാകുന്നു. നിർത്താനും ബഹുമാനം വാഴ്ത്തപ്പെട്ടതാകുന്നു. വിശുദ്ധിയെ മാത്രമാകുന്നു. കർത്താവേ നിനക്ക് സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങളുടെ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കണമേ. പിന്നെയോ ദുഷ്ടങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയോ കാണപ്പെടുന്നവയും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകർക്കും മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും തന്നാൽ സകലവും നിർമ്മിക്കപ്പെട്ടവനും മനുഷ്യനായി ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി തിരുവിഷ്ടപ്രകാരം സ്വർഗ്ഗത്തിലിറങ്ങി പരിശുദ്ധ റൂഹായിൽ നിന്നും ദൈവമാതാവായ വിശുദ്ധ കന്യമറിയാമിൽ നിന്നും ശരീരയായി തീർന്ന മനുഷ്യനായി പുണ്യോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ നിറയ്ക്കപ്പെട്ടു. കഷ്ടനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരയേറിയവനും തന്റെ പിതാവിന്റെ വലതുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചുപോയവരെയും ന്യായവിധിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടെ ഇനി വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുവിശിയായുമായ കർത്താവിന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നബിയന്മാരും സ്ത്രീയന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായി ജീവനും വിശുദ്ധിയുമുള്ള ഏക റൂഹായിനും കാതോലികവും സ്നേഹികവുമായ ഏകാവിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരുടെ ഉയർപ്പിന് വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമീൻ. പാർക്കുമോ കർത്താവേ ശുശ്രൂഷകരാൽ അനുഗ്രഹിക്കപ്പെട്ടവരെയും പൂർത്തീകരിക്കപ്പെട്ട് ഇപ്പോൾ അത് പുനഃസമർപ്പണത്തിൻ്റെതായ ശുശ്രൂഷ നടത്തുകയാണ്. പള്ളി കൂദാശ അല്ല, പള്ളി കൂദാശ ഒരിക്കൽ മാത്രമേ നടത്തുകയുള്ളൂ. ഇത് ഇതിനകത്തിൽ വരുത്തിയിരിക്കുന്നതായ പരിഷ്കാരങ്ങളും അതുപോലെ തന്നെ പുനരുത്ഥാന പ്രവർത്തനങ്ങളൊക്കെയും അതുമായി ബന്ധപ്പെട്ട് ശുദ്ധീകരണത്തിൻ്റെതായ ശുശ്രൂഷയാണ് നടത്തുന്നത്. പള്ളി കൂദാശയിലെ തന്നെ ഏതാനും പ്രാർത്ഥനകൾ നടത്തി ശുദ്ധീകരണ ശുശ്രൂഷ പൂർത്തിയാക്കുന്നതായിരിക്കും. ഭക്തിയോടുകൂടി സംബന്ധിച്ച് പ്രാർത്ഥനയിൽ ആയിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക.
Shbohola volbrol ruho kadisho. ദൈവമായ കർത്താവേ, നിന്റെ പരിശുദ്ധ മുൻപാട് മുൻപാകെ വെടിപ്പോടും വിശുദ്ധിയോടും കൂടെ നിൽക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്റെ കരുണയോടെ ഞങ്ങളെ യാചിക്കുന്നു. ഈ സമയത്ത് നീ ഞങ്ങളോടുകൂടെ ഞങ്ങളുടെ മധ്യേ സ്ഥിതി ചെയ്യണമേ. നിന്റെ ദിവ്യദാനങ്ങളെ ശരി ഞങ്ങൾക്ക് സൗജന്യമായി നൽകണമേ. പിതൃപുത്ര പരിശുദ്ധാത്മാവായുള്ളവേ, നിന്റെ പരിശുദ്ധമാരാകുമാർ സഹിതം നിന്നെ ശുശ്രൂഷിപ്പാൻ തക്കവണ്ണം ഈ ദേവാലയത്തെ നീ ആശീർവദിച്ച് ശുദ്ധീകരിക്കും. പനരുടെ മന്ദിരാൽ പരിരക്ഷിത നഗരം പോലും സ്ഥാപിതമാം നിന്നു സാക്ഷിയതം ഹല്ലേലൂയാനായ തീർപ്പിൽ അവിടെ പീഠം ദാവീദിൻ പീഠം സ്ഥാപിതമാം പാർക്കുമോ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആമുഖമതു നിൻ സേനയിലും മംഗളമതു നിൻ കോട്ടയിലും ദേവോം ഹല്ലേലൂയ പാർക്കുമോ. മെനുവോലം മാതാമുൽ പോലം ഉൽമീനാമേ. ക്രൈസ്തവ വിശ്വാസ സവരസ്ഥിതരങ്ങളുടെ രക്ഷയ്ക്കായി എന്നേവം ഘോഷിക്കും. മധുവാം തിരുസഭമോദിച്ചു തന്വരനെ ദുഷ്കുദിശായിൽ സൂക്ഷിച്ചേവം കർത്താവിനെ സ്തുതിക്കുക, സിയോനെ നിന്റെ ദൈവത്തെ സ്തുതിക്കുക. യെരൂശലേം പുത്രികളെ നിങ്ങൾ നഗരമതിൽ നിന്നാഗതരാം നിമിയന്മാർ മാറുകളാലും സുവിശേഷം നിന്റെ കഥകളുടെ സാക്ഷകൾ ബലവത്തായിരിക്കുന്നു. നിന്നിൽ നിന്റെ മക്കളെ താൻ താഴ്ത്തി. വാഴിവരയിൽ ചാർത്തിക്കോ ധനിഷം നിന്നെ കാക്കുന്നു. കർത്താവായ ദൈവമിരിക്കുന്നതിന് തിരഞ്ഞെടുത്ത പർവ്വതം ഇതാകുന്നു, താൻ അതിലെന്താളും വസിക്കും. ഫലതര കർപ്പൂര കോലയോ കരരൂപൻ നിൻവാരനോടായി ഓരിൻകിരിയിൽ ചേർന്നിടാൻ സഭദേവരനോട് ചോന്നേക്കാം. കർത്താവേ, നിന്റെ മന്ദിരത്തിൽ ഒരു ദിവസമായിരുന്നിലും മെച്ചമാകുന്നു. നീചന്മാരുടെ കൂടാരവാസത്തേക്കാൾ ദൈവമന്ദിരത്തിൽ പാർപ്പാൻ താൻ വാഞ്ചിക്കുന്നു. യുവതികൾ നിന്നെ സ്നേഹിച്ചു, മൽപ്രിയനെ നിന്നോട് സ്നേഹം വീഞ്ഞിലുമേറ്റം സവിശേഷ പുണ്യന്മാരുടെ ആത്മാക്കൾ നിന്നെ അതിയായി സ്നേഹിച്ചു. ഓർക്കുക നിന്ദയനാരികളിൽ രാജകുമാരി മോത്തത്തോടും രാജ്ഞി ഓഫീറിലെ കസവ് വസ്ത്രത്തോടും നിന്റെ വലതുഭാഗത്തു നിന്നു. മകളെ കേൾക്കാൻ നോക്കി ശ്രദ്ധിക്കാം, നിന്റെ ജനത്തെയും പിതൃഭവനത്തെയും വിസ്മരിക്കാം. രാജാവ് നിന്റെ ലാവണ്യവും മോഹിക്കും, താൻ നിന്റെ കർത്താവാകിയാൽ അവനെ വന്ദിക്കാം. സുർക്കെ വടങ്ങട്ടെ. മരുഭൂവിൽ മണ്ണി നടന്നു പരബിംബാരാധന ബോധിച്ചിവളെ നൃപനയൻ വരണം ചെയ്താൽ യോർദാൻ മഹതാമണവര നിർമ്മിച്ച
ദൈവിക വാഗ്ദത്തം താനേ. തേടും രാജകുമാരുടെ അഴകെല്ലാം അകമേയാകുന്നു. നല്ല തങ്കത്തേക്കാൾ അവൾ വിഭൂഷിതയാകുന്നു. അവൾ കാഴ്ചകളുമായ രാജസന്നതയിൽ പോകും. വന്നടയുക സുന്ദരിയാളെ, ദിവ്യശ്യാമളയാക്കിയ നിന്നെ തോട്ടം കാപ്പാനാരാക്കി. എന്നോട് പ്രിയനീ തോട്ടത്തിൽ ലില്ലികളിടയിൽ മേവുന്നു. ദൈവം തമ്പുരാനെ, നീ സമ്പാദിച്ചിട്ടുള്ള നിന്റെ സഭയെ ഓർക്കണമേ. സത്യോപദേശങ്ങളിൽ നിന്നെ വന്യനായ നിന്റെ പിതാവും സജീവനായ വിശുദ്ധ റൂഹായും ഒന്നിച്ച് നീ കാരുണ്യവാനും പ്രബലനുമാകിയാൽ സ്തുതിയും സ്തോത്രവും നിനക്കെന്നും യോഗ്യമാകുന്നു. ബർക്ക്മോർ ഹോശോ വബുകുലസ്മാൻ ലവൽ മീ പ്രബലനായ വേലാരൂഢനായിരിക്കുന്നവരെ, സമുദ്രത്തിൽ താഴ്ത്തിയ കർത്താവിനെ സ്തുതിപ്പിൻ. യഹോവയായ കർത്താവ് പ്രബലനും സ്തുത്യനുമാകുന്നു. താൻ നമ്മുടെ രക്ഷിതാവുമാകുന്നു. വലിയൊരു നീവിയാമോശേക്കായി സബർഗയ കാണിച്ചാൻ കന്യകമാർഗേ ലോകത്തിൽ ഹിതമോടാഗതനായ നരരെ പ്രതി തനുപൂണ്ടോന ഈശ്വരുപാടാം ജയഗാനോ. ഈശോയുടെ ഹൃദയം കർത്താവാൽ ബലവത്തായ മറ്റാരുമില്ല. നമ്മുടെ ദൈവത്തെ പോലെ പ്രബലനുമില്ല. താനല്ലാതെ തിരുനാളിൽ ആഹ്വാനം പ്രാപിച്ചോര സ്വജനത്തോടു ബഹുജാതികളും സാമോദം ഘോഷത്തോടാർക്കും സ്തുതി സഭയിൽ വരനായി മൃദുരഹിതൻ നീ പരിശുദ്ധൻ, ഞങ്ങൾക്കെല്ലാം രക്ഷകനും നീയല്ലോ കർത്താവേ, നിന്റെ നാമം കേട്ട് ഞാൻ ഭയപ്പെട്ടു. നാഥാതിന്റെ കൈവേലയെ കണ്ട് ഞാൻ അതിശയിച്ചു. രണ്ട് ജീവികൾക്കിടയിൽ നീ കാണപ്പെടും. കാലം സമീപിക്കുമ്പോൾ നീ കാണപ്പെടും. സംവത്സരങ്ങൾക്കുള്ളിൽ നീ അറിയപ്പെടും. നിന്റെ ഗുപ്തമതാം ദിവ്യ പ്രഭയാൽ മോഷിതരായോരു മോശനബി, ജാതികൾ മകളെ നിന്നഴകും മലയിൽ കാൺമാൻ നിന്നെ കാണിച്ചു. കാലത്തികവിൽ വെളിവാകും നിന്നുടെ യേശോന്റെ ആത്മാവ് രാത്രിയിൽ നിനക്കായി വാഞ്ചിച്ചു. നിന്റെ സന്നിധിയിൽ എന്റെ പ്രാണൻ ഉള്ളിൽ സന്നദ്ധമായിരിക്കുന്നു. എന്തെന്നാൽ ഭൂമിയിൽ നിന്റെ ന്യായങ്ങൾ വ്യാപരിക്കുന്നു. ഭൂലോകവാസികൾ നിന്റെ ധർമ്മം അഭ്യസിച്ചു. ശാന്തി സമാധാനങ്ങൾ സഭയിലേക്കുക സർവേശ മൽപ്പാന്മാരുടെ നായകരായി ചേർത്താതിനെ വിശ്വാസത്തിലുറപ്പിച്ചു. നീ മാത്രം നരരിൽ പാറയ്ക്കുമോ പോലം വാദാമുൽ പോലം
സീനായ് മാമലയിൽ പണ്ടു കൂടാരം നീ പാണിതാതിനാൽ സബദൻ സാമ്യം കാണിച്ചു കുരിശാലിതു നീ കാക്കേണമേ നീ മാത്രം നരരിൽ എന്റെ സങ്കടത്തിൽ ഞാൻ കർത്താവിനെ വിളിച്ചു. പാതാളക്കുഴിയിൽ താൻ എനിക്ക് ഉത്തരമരുളി. ഞാൻ നിലവിളിച്ചു, നീ എന്റെ ശബ്ദം കേട്ടു. ആഴത്തിൽ സമുദ്രത്തിന്റെ അന്തർഭാഗത്ത് നീ എന്നെ തള്ളി, നദികളും എന്നെ ചുറ്റി. ശ്വാസ പാറയിലേശു പാണിതു സുവിശേഷമതിൽ ചോന്നതുപോൽ ഇതിനോട് മല്ലിടുവാളം തൻ സാക്ഷാകൾ പരനെന്നും മനുജ ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവേ, നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നീ എന്നും സ്തുത്യനും പുകഴ്ത്തപ്പെട്ടവനുമാകുന്നു. മഹത്തരമായ നിന്റെ പരിശുദ്ധ നാമം വന്യവും നീ എന്നും സ്തുത്യനും പൂജ്യനുമാകുന്നു. ശ്രേഷ്ഠൻ വംസാവയോട ഗദ്യുതി പൂണ്ടിടുക ആസന്നം നിന്നോട് കാന്തി കർത്താവിൻ സുപ്രഭ നിന്നിൽ ഉദയം ചെയ്യുന്നതിനാൽ നീ സ്തുതിഗാനം പാടുക നിത്യം. നിൻ സുദർശൻ വായതുമൂലം സഘോഷം നീയോതിടുക സ്തുതിദേയ നിശം സർവേശ. കർത്താവിന്റെ സകല സൃഷ്ടികളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ, തന്നെ എന്നും സ്തുതിച്ച് പുകഴ്ത്തുവിൻ. ഹാനനിയ, അസ്രിയ, മീശായേൽ ബാലന്മാരെ ചൂളയ്ക്കുള്ളിൽ കർത്താവിനെ വന്ദിപ്പിൻ, അവനെ എന്നും സ്തുതിച്ച് പുകഴ്ത്തുവിൻ. പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ഞങ്ങൾ സ്തുതിച്ച് വാഴ്ത്തുന്നു, ആദ്യം മുതൽ എന്നും എന്നേക്കും ആമീൻ. തിരുസഭ പണി ചെയ്തോരീശൻ തൻ ശരണത്തിൽ മൃതി ചേർന്ന സഹദേന്മാർ സിദ്ധന്മാരെ ഇതിനുള്ളിൽ സംസ്ഥാപിച്ച തൻ സുതരുടെ പുണ്യത്തിനും പാപവിമോചന സിദ്ധിക്കും തിരുമേരുതിരങ്ങൾ നൽകി നിർമ്മലരാചാര്യന്മാരെ പരനെ വാഴ്ത്തി എന്റെ ആത്മാവിനെ ജീവിപ്പിക്കുന്നവനായ ദൈവത്തിൽ സന്തോഷിച്ചു. എന്നാൽ അവൻ തന്റെ ദാസിയുടെ താഴ്മയെ നോക്കി കണ്ടിരിക്കുന്നു. കണ്ടാലും ഇതുവരെ സകല വംശങ്ങളും എനിക്ക് ഭാഗ്യവിധി എന്ന് കീർത്തിക്കും. ശക്തിമാനത്തിന്റെ നാമം പരിശുദ്ധമായിരിക്കുന്നവൻ വലിയ കാര്യങ്ങളെങ്കിൽ പ്രവർത്തിച്ചിരിക്കുന്നു. അവന്റെ കരുണ അവനെ ഭയപ്പെടുന്നവരുടെ മേൽ തലമുറകളായും വംശങ്ങളായും ഉണ്ടാകുന്നു. നിന്റെ ഭുജം കൊണ്ട് ജയമുണ്ടാക്കി തങ്ങളുടെ ഹൃദയ വിചാരത്തിൽ അഹങ്കാരികളായവരെ ചിതറിച്ചു. അവൻ ബലവാന്മാരെ സിംഹാസനങ്ങളിൽ നിന്ന് മറിച്ചിടുകയും താഴ്മയുള്ളവരെ ഉയർത്തുകയും ചെയ്തു. അവൻ വിശപ്പുള്ളവരെ നന്മകൾ കൊണ്ട് സമ്പൂർണരാക്കുകയും സമ്പന്നന്മാരെ വ്യർത്ഥമാക്കുകയും ചെയ്തു. അവൻ തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിക്കുകയും നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാമിനോട് അവന്റെ സന്തതിയോട് സംസാരിച്ച പ്രകാരം എന്നേക്കും നിന്റെ കരുണയോർക്കുകയും ചെയ്തു. മിന്നോലം വാദാമിൽ പോലം
രക്ഷകനീശോ തൻ വധുവാം സഭയിൽ നിൻ കൂദാശയതിൽ വരണം നിന്നെ ചെയ്തിട്ടോ തടവന്നെ പാപക്ഷമായി നിന്നുള്ളിൽ പ്രാപിച്ചിടാൻ നിന്നിൽ ചേരും പാപികൾ തൻ അഭയതുറമുഖമായി നിന്നെ നിയമിച്ചൊരു സുതനെ വാനിൽ ഇറരാമോദാൽ വാഴ്ത്തോ. സ്വർഗരാജ്യം അവരുടേതാകുന്നു. ദുഃഖിച്ചിരിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്തുകൊണ്ടെന്നാൽ അവർ ആശ്വാസപ്പെടും. ഭാഗ്യവാന്മാർ എന്തുകൊണ്ടെന്നാൽ അവർ ഭൂമി ആകാശമായി അനുഭവിക്കും. നീതിക്കായി വിശുദ്ധമാക്കുന്നവർ ഭാഗ്യവാന്മാർ എന്തുകൊണ്ടെന്നാൽ അവരുടെ മേൽ കരുണയുണ്ടാകും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ എന്തുകൊണ്ടെന്നാൽ അവരുടെ മേൽ കരുണയുണ്ടാകും. ദേശത്തെയുള്ളവർ ഭാഗ്യവാന്മാർ എന്തുകൊണ്ടെന്നാൽ അവർ ദൈവത്തെ കാണും. സമാധാനം നടത്തുന്നവർ ഭാഗ്യവാന്മാർ എന്തുകൊണ്ടെന്നാൽ അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. നിമിത്തമായിട്ട് പീഡിപ്പിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ എന്തുകൊണ്ടെന്നാൽ സ്വർഗരാജ്യം അവരുടേതാകുന്നു. അവർ നിങ്ങളെ നിന്ദിക്കുകയും നിങ്ങളെ പീഡിപ്പിക്കേണ്ട നിമിത്തം സകല ദുർവചനത്തെ നിങ്ങളുടെ നേരെ വ്യാജമായിട്ട് പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വർദ്ധിച്ചിരിക്കൊണ്ട് നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിപ്പീൻ. മിൻപോലം വാദാമിൽ പോലം പാരനെ വാഴ്ത്തുക ദ്യുതിതരയും നിന്നിരിപ്പോൾ സംസ്തുത്യൻ പുത്രന്മാർ ഓർക്കണമേ നാഥാ. സ്തോമൻ കാലോ നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. ധന്യവാനായ കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും മുഴുവല്ല ഇപ്പോഴും ഇടപെടാതെ കരേറ്റുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. മറിക്മോർ തന്റെ മാതാവിന്റെ പെരുന്നാളുകളെ ആഘോഷിക്കുകയും തന്റെ പരിശുദ്ധന്മാരുടെ ഓർമ്മകളെ മഹത്വീകരിക്കുകയും തന്റെ പോരാട്ടക്കാരുടെ സ്മരണയെ ആദരിക്കുകയും തന്റെ ഇഷ്ടന്മാരുടെ മണിയറകളെ ശ്രേഷ്ഠമാക്കുകയും സിദ്ധന്മാരുടെ ബഹുമാനം വളർത്തുകയും ആരാധകരുടെ ആനന്ദം വർദ്ധിപ്പിക്കുകയും ചെയ്തവനുമായ സകലത്തിനും ഉയർന്ന് ഉത്കൃഷ്ടമായിരിക്കുന്ന ദൈവകുമാരന്റെ സ്തുതി. തന്നെ ശ്രേഷ്ഠത സൃഷ്ടിച്ചിരിക്കുന്ന എല്ലാ വായുകളിൽ നിന്നും നാവുകളിൽ നിന്നും സ്തുതി തനിക്ക് യോഗ്യമാകുന്നു. തനിക്ക് പള്ളിക്കുദാശയുടെ ഈ സമയത്തും സകല പെരുന്നാളുകളും നേരങ്ങളും കാലങ്ങളിലും ഞാൻ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ഉദയം തൊട്ട് സമയം വരെ നിന്നെ മുന്തിരിത്തോട്ടത്തിൽ പണി ചെയ്തു. ആദ്യം മുതൽ അന്ത്യം വരെ നിന്റെ മഹിമയുടെ സന്നിധിയിൽ അധ്വാനിച്ച എല്ലാ സിദ്ധന്മാരും ഞങ്ങളോടൊന്നിച്ച് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ ഓർത്ത് നിന്നോട് അപേക്ഷിക്കുമാറാകണമേ. കുടുംബങ്ങളെയും ഗോത്രങ്ങളെയും മൂലമായ പൂർവ്വപിതാവാദാമും നിന്റെ പ്രത്യാശയിൽ വധമേറ്റ ഹാബീലും നിന്റെ ദൈവത്വത്തെ പ്രസാദിപ്പിച്ച ഹാനോക്കും നിന്റെ ശരീര രക്തങ്ങളുടെ ദൃഷ്ടാന്തം കാണിച്ച നോഹും നിന്റെ കൽപ്പന അനുസരിച്ച് അബ്രഹാമും തന്റെ ബന്ധനത്തിങ്കൽ നിന്നെ കണ്ട ഇസ്ഹാക്കും നിന്റെ പുരുഷനെ മനസ്സിലാക്കിയ യാക്കോബും നിന്റെ മഹിമാവസ്ഥയെ ദർശിച്ച മഹാനായ മോശയും പരീക്ഷകളെ ജയിച്ച യോബും നിന്റെ കൂദാശകളെ ശ്രൂഷ ലേവ്യ പുരോഹിതൻ അഹ്റോനും തിരുവിഷ്ണം അനുവർത്തിച്ചതായ ശമൂവേലും നിന്റെ കീർത്തനങ്ങൾ പാടിയ ദാവീദും നിന്റെ ആരോഹണത്തെ സൂചനയായി ആഘോഷിച്ച ഏലിയായും നിന്റെ ആത്മാവാൽ ധന്യനായി തീർന്ന ഏലീഷായും നിന്റെ ഗർഭോത്പാദനത്തെ പ്രസംഗിച്ച ഏഷായായും നിന്റെ ജനത്തെ കാണിച്ച മീക്കായും നിന്റെ ഉദയത്തെ തെളിയിച്ച സക്രിയായും നിന്റെ കൊലയെ അറിയിച്ച ദാനിയേലും നിന്റെ രഥത്തെ കണ്ട ഹസ്കിയേലും ഉദരയെ നിന്നാൽ ശുദ്ധീകരിക്കപ്പെട്ട ഏർമിയായും ക്ലേശത്തോടെ നിന്നെ പറ്റി സംസാരിച്ച സകല പ്രവാചകന്മാരും കരഞ്ഞുകൊണ്ട് നിന്നെ പ്രസവിച്ച സ്ലീഹന്മാരും
സന്തോഷത്തോടെ നിന്നെ ആലംബമാക്കിയ സഹതീന്മാരും വിശ്വാസത്താൽ ശ്രേഷ്ഠത പ്രാപിച്ച വിശ്വാസ സാക്ഷികളും ആഹ്ലാദത്തോടെ സേവനം ചെയ്ത നീതിമാന്മാരും സന്തോഷത്തോടെ ജാഗരണം ചെയ്ത പരിശുദ്ധന്മാരും നിന്റെ സത്യം പ്രചരിപ്പിച്ച മൽപ്പാന്മാരും നിന്റെ യാഥാർത്ഥ്യം ഘോഷിച്ച സുവിശേഷകന്മാരും നിന്റെ ഭംഗിയിൽ അലങ്കൃതരായ നിർമ്മലരും നിർമ്മലതയെ കാത്തുകൊണ്ട ബ്രഹ്മചാരികളും നിന്റെ വിനയത്തെ അനുകരിച്ച വിലാപനിഷ്ഠന്മാരും ഉപവാസത്താൽ ശോഭിച്ച വൃതതൽപരരും പ്രാർത്ഥനയാൽ ശുദ്ധീകരിക്കപ്പെട്ട ധീരന്മാരും ജാഗരണനിഷ്ഠന്മാരായ ഏകാന്തവാസികളും കൗമ പ്രാർത്ഥനകളാൽ സുശക്തരായ പൂർണ്ണരും ജീവിതഗതിയിൽ ഉത്തമന്മാരായ സന്യാസികളും ഇവരോടുകൂടി ആരിൽ നിന്ന് നീ ജഡം ധരിച്ചോ ആ പരിശുദ്ധ കന്യകയും ഭൂമിയിലെ സകല ഗോത്രങ്ങളിൽ നിന്നും ഭാഗ്യ ആശംസയ്ക്ക് അർഹയും ദൈവജനനിയുമായിരിക്കുന്നതായ വിശുദ്ധമറിയാമും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കുമാറാകണമേ. കർത്താവേ, പരിശുദ്ധ മാതാവിന്റെയും നിന്റെ ഇഷ്ടന്മാരുടെയും മധ്യസ്ഥത മൂലം ഞങ്ങളിൽ പ്രീതി തോന്നണമേ. അവരുടെ യാചനയാൽ ഞങ്ങളെ സഹായിക്കുമാറാണമേ. ഞങ്ങളുടെ കടങ്ങൾക്ക് പരിഹാരവും തെറ്റുകൾക്ക് മോചനവും നൽകണമേ. ഞങ്ങളുടെ ജ്ഞാനേന്ദ്രിയങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ശരീര മലിനതകളെ നീക്കണമേ. ഞങ്ങളുടെ മനോഗതങ്ങളെ നിർമ്മലീകരിക്കണമേ. ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ഞങ്ങളുടെ മനോനയങ്ങളെ തുറക്കണമേ. അതരഭാഷണങ്ങളെ പാവനമാക്കണമേ. ഞങ്ങളുടെ നാവിനെ സ്തുതി നിർമ്മലമാക്കണമേ. നിന്റെ സ്തോത്രങ്ങളാൽ ഞങ്ങളുടെ വായ്കൾ നിറയ്ക്കണമേ. ഞങ്ങളുടെ ഈ സ്തോത്ര ബലികളെയും നിസ്സാര കാഴ്ചകളെയും സ്വീകരിക്കണമേ. ഞങ്ങളുടെ യാചന കേൾക്കണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ യാചനകൾക്ക് മറുപടി നൽകണമേ. നിന്നിൽ ആശ്രയിച്ചുകൊണ്ട് നിദ്ര പ്രാപിച്ചു പോയ വിശ്വാസികളായ എല്ലാ പരേതർക്കും ആശ്വാസം നൽകണമേ. അവരും ഞങ്ങളും നിന്റെ വലത്തുഭാഗത്ത് നിന്ന് നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാണമേ. ബാറക് മർഹൂശോ വഖുൽ ജമാലുൽ മീൻ. സുന്ദരികളിൽ അതിസുന്ദരി നീ ജാതികളിൽ സോനോദ്രപതി ശലോമോൻ വിമല സഭേ നിന്നെ ലാളിപ്പോ നിന്നതരങ്ങൾ മധുവർഷിക്കുന്നു വസന സുഗന്ധം നീസാൻ കുസുമസമം സഭയെ സകലവിധം സുമുഖി നീകരതീണ്ടാത്തോൾ ശ്ലീവായി വന്നിപ്പതിനാൽ രാജാവാമാശിവ ഹാലേലൂയ കാക്കുന്നു നിന്നെ. ബാരക്കുമോർ ദൈവമായ കർത്താവേ, നിന്റെ വിശുദ്ധ മന്ദിരത്തിന്റെ കൂദാശ നിർവഹിക്കുന്നതായ ഈ ദിവസം നിസാരന്മാരായ ഞങ്ങളാൽ തിരുസന്നിധി സമർപ്പിക്കപ്പെട്ട ഈ പരിമളധൂപം അംഗീകരിക്കണമേ. രക്ഷയാൽ ഇതിന്റെ പ്രജകളെ സന്തോഷിപ്പിക്കണമേ. വിമോചനത്താൽ പാപികളെ മോചിപ്പിക്കണമേ. ഇതിലെ രോഗികൾക്ക് സൗഖ്യം നൽകണമേ. ഇതിൽ നിന്ന് ചിതറിപ്പോയവരെ ചിതറിച്ച് വരുത്തണമേ. ഇരിക്കുന്നവരെയും ദുഃഖിതരെയും ആശ്വസിപ്പിക്കണമേ. ഇവിടെ നിന്ന് സർവ്വവിധ ശണ്ടകളെയും നീക്കം ചെയ്യണമേ. സത്യവിശ്വാസത്തോടെ വാങ്ങിപ്പോയ പരേതർക്ക് പാപമോചനവും പുണ്യവും നൽകണമേ. ഞങ്ങളിപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും നിനക്ക് സമർപ്പിക്കുന്നു. മോറൻ വാലോഹാൻ ലവൽ മീൻ. ശേഷം ദൈവത്താൽ പ്രേരിതരായ സ്നേഹന്മാർ പോയി ജാതികളിടയിൽ ഭൂതലസീമയതോളം നല്ലവൻകേഞ്ഞോ കൈക്കൊള്ളുവോർക്കൊക്കെയും ഭാഗ്യമിത് അറിയിച്ചു സ്വർഗമഹാരാജ്യം. പരിശുദ്ധ സ്ത്രീയന്മാർ നടപ്പുള്ള പുസ്തകത്തിൽ നിന്നും
ഹബീബായി ബാറക്മോ. സ്നേഹയുടെ സ്തുതിയും നമ്മുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. താൻ അവനെ കാണിച്ചു കൊടുത്തതായ രീതിയിൽ അതിനെ നിർമ്മിക്കണമെന്ന് മോശയോട് സംസാരിച്ചവൻ കൽപ്പിച്ചതുപോലെ നമ്മുടെ പിതാക്കന്മാർക്ക് മരുഭൂമിയിൽ സാക്ഷിയൻ കൂടാരമുണ്ടായിരുന്നു. തങ്ങളുടെ മുമ്പിൽ നിന്ന് പ്രജാതികളെ നീക്കിക്കളഞ്ഞ് അവരിൽ നിന്നും ദൈവം അവർക്ക് നമ്മുടെ പിതാക്കന്മാർക്ക് അവകാശമായി കൊടുത്തതായ ദേശത്തേക്ക് നമ്മുടെ പിതാക്കന്മാർ യോശുവയും ഒരുമിച്ച് ആ കൂടാരം കൊണ്ടുവന്നു. അത് ദാവീദിന്റെ കാലം വരെ നിലനിന്നു. ദൈവം മുൻപാകെ കരുണ കണ്ടെത്തിയ അദ്ദേഹം യാക്കോബിൻ ദൈവത്തിന് ഒരു ആലയം ഉണ്ടാക്കുവാനായി ആഗ്രഹിച്ചു. ശലോമോൻ അദ്ദേഹത്തിനായി ഒരു ഭവനം പണിതു. എന്നാൽ ആകാശം തന്നെ സിംഹാസനവും ഭൂമി എന്റെ പാദത്തിന് കീഴിലുള്ളതായ പീഠവുമായിരിക്കെ നിങ്ങൾ എനിക്കായി പണിയുന്നതായ ഭവനം ഏതാകുന്നു? അഥവാ എന്റെ വിശ്രമസ്ഥാനം ഏത് എന്നും എന്റെ കൈയല്ലയോ ഇവയെല്ലാം ഉണ്ടാക്കിയതെന്നും കർത്താവ് അരുളി ചെയ്യുന്നെന്ന് പ്രവാചകൻ പറഞ്ഞ പ്രകാരം ദൈവം കൈപ്പണിയായുള്ളതിൽ വച്ചിട്ടില്ല. കഠിനകണ്ഠന്മാരും ഹൃദയത്തിന് ചെവിക്കും പരിച്ഛേദനില്ലാത്തവരുമായവരെ, നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ നിങ്ങളും എപ്പോഴും പരിശുദ്ധാത്മാവിന് എതിരായി നിലകൊള്ളുന്നു. നിങ്ങൾ അവനെ ഏൽപ്പിച്ചു കൊടുത്തു. കൊന്നുകളഞ്ഞവനായ ആ പുണ്യവാന്റെ ആഗമനത്തെ കുറിച്ച് മുൻകൂട്ടി അറിയിച്ചതായ പ്രവാചകരിൽ ആരെയാണ് നിങ്ങളുടെ പിതാക്കന്മാർ പീഡിപ്പിക്കാതെയും കൊല്ലാതെയും ഇരുന്നിട്ടുള്ളത്? മാലാഖമാരുടെ കൽപ്പനയായി ന്യായ പ്രമാണം പ്രാപിച്ചു, എന്നാൽ നിങ്ങൾ അവനെ ആചരിച്ചില്ല. ഹബീബായി ബാറക്മോ. ധന്യം ചൊൽകട്ടെ നീ ദേവോ, നിങ്ങളെ ഞങ്ങൾ അറിയിച്ചവയെതിരായാരും ചെന്ന വാരവരെങ്കിലും ആദോദൻ താനേൽക്കും സഭയെ ശാപം. പലതരം ഉപദേശങ്ങളോ പാരിൽ മുളച്ചു പരക്കുന്നു. ദൈവത്തിനുപദേശം അവസാനിപ്പിപ്പോ. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും ആഹായി ബാറക്മോ. നമ്മുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കട്ടെ. ഇവയുടെ എല്ലാം സാരമിതാകുന്നു. സ്വർഗത്തിൽ മഹിമയുടെ സിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനും വിശുദ്ധ സ്ഥലത്തിന്റെയും മനുഷ്യനല്ലാ ദൈവത്താൽ സ്ഥാപിതമായ സത്യകൂടാരത്തിന്റെ ശുശ്രൂഷകനായ മഹാപുരോഹിതൻ നമുക്കുണ്ട്. മഹാപുരോഹിതനായ ഏവനും നിയമിതനാകുന്നത് കാഴ്ചകളും ബലികളും അർപ്പിക്കുവാനാകുന്നു. ആകയാൽ സമർപ്പിക്കുവാനായി എന്തെങ്കിലും തനിക്കുണ്ടായിരിക്കേണ്ടത് ഇദ്ദേഹത്തിനും ആവശ്യമായിരുന്നു. താൻ ഭൂമിയിലായിരുന്നെങ്കിൽ പുരോഹിതനാകുകയില്ലായിരുന്നു. എന്തെന്നാൽ അവിടെ ന്യായപ്രമാണത്തിനുള്ളത് പോലെയുള്ള കാഴ്ചകൾ അർപ്പിച്ചുകൊണ്ടിരുന്ന പുരോഹിതന്മാരാണ് ഉണ്ടായിരുന്നത്. പർവ്വതത്തിൽ വെച്ച് നിനക്ക് കാണപ്പെട്ട മാതൃകയിൽ സർവ്വവും നിർമ്മിക്കുക എന്ന് അവൻ കൂടാരം പണിതുകൊണ്ടിരിക്കുമ്പോൾ മോശയോട് പറയപ്പെട്ട പ്രകാരം സ്വർഗീയമായ വീട് ദൃഷ്ടാന്തത്തിന് നിഴലിനും ശുശ്രൂഷ ചെയ്യുന്നവരായ ആചാര്യന്മാരുമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴാകട്ടെ അതിനേക്കാൾ ശ്രേഷ്ഠമായ ശുശ്രൂഷ യേശുമിശിഹ സ്വീകരിച്ചു. അത് കൂടുതൽ ശ്രേഷ്ഠമായ വാഗ്ദാനങ്ങളാൽ നൽകപ്പെട്ടതും തന്റെ മധ്യസ്ഥതയോട് കൂടിയതുമായ നിയമം എന്നതുപോലെ ശ്രേഷ്ഠമാകുന്നു. ആമീനാഹായി ബാറക്മോ. സ്ഥാനം കർത്താവെ ആവരമാക്കി ചെയ്യണമേ. കയ്യാലതു നന്നാക്കി അതിലെന്നും വാഴണമേ. ഹല്ലേലൂയ. വണക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ചെവിടുത്തോടും ഭാഗവായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെയും വിശുദ്ധ വെങ്കനിയോലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ നാം കേൾക്കണം. അവിടുത്തെ ആത്മാവോടെ ദൈവമായ ഞങ്ങളെയും യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ.
Korosuso Machionisomen Matai Shlifo Magarsono the Magresai Bruko O Nalawalmo വന്നവനും വരുവാനിരിക്കുന്നവനുമായിട്ട് വാഴ്ത്തപ്പെട്ടവനാവുന്നു. നമ്മുടെ രക്ഷിക്കാതെ നാം എല്ലാവരുടെ പേരിൽ ഉണ്ടായിരിക്കട്ടെ. Rohokil the Navarono says Mormalohan Foro Kodilane Shumshifo Elso the Hayalo Men Sulto Kadisto Maria Holen Den Hokan Hoi അങ്ങനെ വിശ്വസ്യങ്ങൾ ഏറ്റുപറയുന്നു. വിശുദ്ധബ്രാൻ ഫിലിപ്പോസിന്റെ കേസറിയാദേശത്തേക്ക് ചെന്നപ്പോൾ തന്റെ ശിഷ്യന്മാരോട് മനുഷ്യപുത്രനായ ഞാൻ ആരെന്നാകുന്നു മനുഷ്യരാൽ പറയപ്പെടുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അവർ ചിലർ യോഹന്നാൻ സ്നാപകൻ എന്നും വേറെ ചിലർ എലിയാവെന്നും ഇനിയും ചിലർ ഇറമിയായോ മറ്റ് ദീർഘദർശിയുമായോ അവരിൽ ഒരുവനോ എന്നും പറയുന്നു എന്ന് പറഞ്ഞു. യേശു തമ്പുരാൻ അവരോട് എന്നാൽ നിങ്ങൾ പറയുന്നത് ഞാൻ ആരെന്നാകുന്നു എന്ന് ചോദിച്ചു. ശമോൻ കീപ്പാ നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാമിശയാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യേശു തമ്പുരാൻ മറുപടിയായിട്ട് അവരോട് പറഞ്ഞത് യുടെ പുത്രനായ ശമോനെ നീ ഭാഗ്യവാൻ എന്തെന്നാൽ ജഡരക്തങ്ങളല്ല നിന്നെ സ്വർഗസ്വനായ എന്റെ പിതാവാകുന്നു എന്ന് നിനക്ക് വെളിപ്പെടുത്തി തന്നത്. ഞാനോ നിന്നോട് പറയുന്നത് നീ പാറയാകുന്നു. ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനോട് ബലം ചെയ്യില്ല. സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ ഞാൻ നിനക്ക് തരുന്നു. ഈ ഭൂമിയിൽ കെട്ടുന്നതൊക്കെ സ്വർഗത്തിൽ കേട്ടപ്പെട്ടതായിരിക്കും. ഈ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെ സ്വർഗത്തിൽ അഴിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്രകാരം നമ്മൾ കർത്താവ് ചെയ്തു. ശൈനോ എല്ലാവരും ഉത്സാഹത്തോടെ ശരിയായി നിന്ന് ദൈവത്തിന് പ്രീതികരമായ ശബ്ദത്തിൽ കർത്താവെ ഞങ്ങളുടെ മേൽ അനുഗ്രഹണം ചെയ്യണമേ എന്നർത്ഥമുള്ള കുറിയേലായിസോൻ എന്ന് ഏറ്റു ചൊല്ലണം. നിർവ്യാജമായ നിന്റെ വാഗ്ദത്ത പ്രകാരം നിന്റെ പരിശുദ്ധ ഉള്ളം കയ്യിൽ പരിശുദ്ധ സഭയെ ആകൃതിപ്പെടുത്തിയവനായ ഞങ്ങളുടെ മെസ്സിയാ തമ്പുരാനെ ഞങ്ങളോട് കരുണ ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. തന്റെ പ്രധാനാചാര്യന്മാരും ആചാര്യന്മാരും വഴി തിരുസഭയെ സുസ്ഥിരമാക്കിയ ദൈവനമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരീ സഹോദരങ്ങളെയും വിശ്വാസികളായ വാങ്ങിപ്പോയ ഞങ്ങളുടെ സർവ പരേതരെയും കടപരിഹാരത്തിനും പാപമോചനത്തിനും യോഗ്യരാക്കി അവരെ സ്വർഗത്തിലെ ശോഭിത കൂടാരങ്ങൾ വിശ്രമിപ്പിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. തന്റെ ദൈവിക ഗാനങ്ങളാലും നൽവരങ്ങളാലും തന്റെ പാവന ജനതയെ സർവപ്രകാരനെയും ശുദ്ധീകരിച്ച് പ്രകാശിപ്പിക്കുന്ന കർത്താവേ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ മെസ്സിയാ തമ്പുരാനെ, നിന്റെ തിരുനാമം ധരിച്ചിരിക്കുന്ന ഇടയന്മാരും നിന്റെ ആട്ടിൻപറ്റവും തെറ്റിപ്പോകാതെ നിന്റെ സന്നിധിയിൽ ഒന്നിച്ചു നിൽപ്പാൻ അവരെ യോഗ്യരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നാം എല്ലാവരും അട്ടഹസിച്ച് 3 പ്രാവശ്യം കുറിയേലായിസോൻ എന്ന് ഏറ്റു ചൊല്ലണം. കുറിയേലായിസോൻ, കുറിയേലായിസോൻ, കുറിയേലായിസോൻ. താൻ മാത്രം വിശുദ്ധനും വിശുദ്ധരെ ശുദ്ധീകരിക്കുന്നതുമായിരിക്കുന്ന ദൈവമായ കർത്താവേ, കരുണയോടെ നിനക്ക് ദൃഷ്ടം തോന്നി സ്ഥാപിതമായിരിക്കുന്ന ഈ ബലിപീഠത്തിന് ഇതുമൂലം വീണ്ടും ശുദ്ധീകരണം ലഭിക്കുവാൻ തക്കോണമായി പാപപരിഹാരം വരം നൽകുമാറാകണമേ. ശത്രുക്കളുടെ വിദ്വേഷപരമായ പ്രവേശനം ഇതിൽ അശേഷം ഉണ്ടാകാതെ ഇടയാകാതെ ഇതിലെ ക്രമീകരണങ്ങളെ നീ സജ്ജീകരിക്കുമാറാകണമേ. വേദവിപരീതങ്ങൾ മൂലമുള്ളതായ സകല മാലിന്യത്തിൽ നിന്നും അതുപോലെ അശുദ്ധരായി തീർന്നിട്ടുള്ള വേദവിപരീതങ്ങളാവിധാതിയിൽ നിന്നെ വെടിപ്പാക്കണമേ. 7 പ്രാവശ്യം ശോധന ചെയ്യപ്പെട്ട സ്വർണം പോലെ ഇതിനെ നിർമ്മലവും ശുദ്ധവുമാക്കി തീർക്കണമേ.
ആത്മാവിലും ദേഹിയിലും ശരീരത്തിലും ശുദ്ധീകരിക്കപ്പെട്ടതുകൊണ്ട് ഞങ്ങൾ നിനക്ക് നിന്റെ പിതാ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റണമേ. Mesbarak meskadash etake matohono menkul tamuso tulshodere tikoemen mestaibonuso han foito menkul raumuso dautiso menkul snodabarnomuso Taushas ben Barakmor Bishmo Davo Amen. Amro Amen. Odro Hayo Kadisho പരിശുദ്ധരുടെ നാമത്തിൽ ജീവശുദ്ധീകരണത്തിനും നവീകരണത്തിനുമായി വേദവിപരീതമായ സകല മാലിന്യത്തിൽ നിന്നും അശുദ്ധിയിൽ നിന്നും വിജാതിയാവണ ഏശതയിൽ നിന്നും പാപമാലിന്യത്തിൽ നിന്നും അതിനെ അശുദ്ധമാക്കിയ സകല നിയമലംഘനങ്ങളിൽ നിന്നും ഈ മത്വഹ ആശീർവദിക്കപ്പെട്ട് ശുദ്ധീകരിക്കപ്പെട്ട് നിർമ്മലമാക്കപ്പെടുന്നു. നാമത്തിൽ വിശുദ്ധീകരണത്തിനും ഒരു നവീകരണത്തിനുമായി വേദവിപരീതമായ സകല മാലിന്യങ്ങളിൽ നിന്നും അശുദ്ധിയിൽ നിന്നും വിജാതിയ മ്ലേച്ഛതയിൽ നിന്നും പാപമാലിന്യത്തിൽ നിന്നും അതിനെ അശുദ്ധമാക്കിയ സകല നിയമലംഘനത്തിൽ നിന്നും ഈ മത്വഹ ആശീർവദിക്കപ്പെട്ട് ശുദ്ധീകരിക്കപ്പെട്ട് നിർമ്മലമാക്കപ്പെടുന്നു. സ്തുതി മഹിമയുന്നതിയും തിരുസഭതന്റെ ശാന്തിക്കും നന്മയ്ക്കും സംഗതിയാകാം. പാറക്കുമോ
സ്തുതി മഹിമാവുന്നതിയാതീനും തന്തിരുസഭതൻ ശാന്തിക്കും നന്മയ്ക്കും സ്തുതിയോട് രാജമകൾ ഹാലേലുയ്യ ഹാലേലുയ്യ നിൻവലഭാഗേ രാജഭാമിനിയോ മോഹിപ്പാൻ ഹാലേലുയ്യായോ ഹാലേലുയ്യ നിൻ ജനമോർക്കായ പുത്രഗ്രഹവും പാറയ്ക്കുമോ റൂഹോ കാദീശോ ഞങ്ങളിൽ അലിവാന്തൻ പക്കലപേക്ഷയടക്കേണം സൗമൻ കാലസ്കുറിയേലായി സോൻ വാഴ്വായി തീരണമേ അവൾ തൻ യാചനകൾ കോട്ടയതാകട്ടെ പാറയ്ക്കുമോൾ ദൈവസുതൻ ജനനേ കന്യകമറിയാമേ നോയാർ മുഴുവനിലും പരിമളമേകുന്നു മുറിയോറാഹേ മേലൈരുവാതാരേ കുരിശും നിൻ മാതൃജനത്തിൻ പ്രാർത്ഥനയും അടികളെയും നിൻ കോപത്തിൻ വടികളെയും വായിച്ചിടേണം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. പാപികൾ അനുതാപത്തോട് അർത്ഥിച്ചോതുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. വിശ്വാസനീയാന്തര സഭതൻ സുതരർത്തിച്ചോളുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ശുഭഹോലോ കാലോ ഹോമോ
شهولكم الكم شهود هاي لهاتو يبداي باركمور സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും നീ കാണപ്പെടാത്തയുമായ സ്ഥലത്തിന്റെയും സൃഷ്ടാവായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകം പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തുള്ള പ്രകാശവും സിദൈവത്തിലുള്ള സിദൈവവും ജനിച്ചവനും സൃഷ്ടമില്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്തോളവനും തന്നാ സർവ്വവും നിർമ്മിക്കപ്പെട്ടവനും മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുവിഷ്ടപ്രകാരം സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധ റൂഹായിൽ നിന്നും ദൈവമാതാവായ വിശുദ്ധ കന്യാമറിയാമിൽ നിന്നും ശരീരയായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശ് തറക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ചു അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറി തന്റെ പിതാവിന്റെ വലത്തുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായ വിധിപ്പാൻ തന്റെ വലിയ മൊത്തത്തോടെ വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസരമില്ലാത്തവനുമായ യേശുമിശിഹായ കർത്താവിനും ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജയിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രൻ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും ദിവ്യന്മാരും സ്നേഹന്മാരും മുഖാത്ത് സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധയുമുള്ള ഏകഗൃഹായാലും കാതോലിക്കവും ശ്ലൈഹികവുമായ ഏകവിശ്വസഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒന്ന് മാത്രമാകുന്നു ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരുടെ ഉയർപ്പനും വരുവാൻ ലോകത്തിലെ പൊതുജനമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമേൻ. പാർക്കുമോ. പോലെ തളിർത്തിടുമേ നയവാൻ ഹാലേലൂയ്യ വളരും അവൻ ലെബാനോന്റെ കാറുകിൽ വർദ്ധിക്കുമവർക്ക് ദുഷ്ടേ പുഷ്ടികളും പാർക്കുമോ പോലും വാദമിൽ പോലും വെൽമീനാമേ മേലും നിന്നോർമ്മ ഉദകണമേ നിൻ പ്രാർത്ഥന നിൻ നോർമേ ബഹുമാനിച്ചോർക്കായി സൗമൻ കാലസ്കുരേലായി സോൻ ഭാഗ്യം ശ്രീകർക്കും ഭാഗ്യം സഹോദർക്കും പുനരുദ്ധാരതിനെ പാർക്കുമോ കാണുവാൻ കംഷിച്ചൊരു സഹദൻ വളച്ചിറകുകൾ പൂണ്ടുന്നത പദമേറി മുറിയോറാഹിമേലനുവാദാരേ പ്രാർത്ഥിപ്പിൻ കർത്താവോട് അടികളെയും തൻ കോപത്തിൽ വടികളെയും മായിച്ചിടാൻ ആചാര്യന്മാരും മഹിമേ നിന്നയവാന്മാരും നിന്നഭിഷിക്ത മുഖം തിരിപ്പിക്കല്ലേ നിന്ദാസൻ ദാവീദിൻ നിൻ പുത്രന്മാർ കാത്തിടുമെങ്കിൽ ഹാലേ ലൂയ ഹാലേ ലൂയ നിയമത്തെയും ഞാൻ ഉപദേശിച്ചിടുമേ സാക്ഷിയും പാറയ്ക്കുമോ മെൻമൂലം വാദമിൽ മൂലം വൽമീനാമേ സ്പർശിച്ചുള്ള പാദങ്ങൾ പൂക്കുദ്യാന ദ്വാരങ്ങൾ വാനവരൊത്തു വസിക്കേണം സൗമൻ കാലോസ് കുറിയലായി പരിചരിച്ചെന്നാചാര്യന്മാരെ പരമാനന്ദ ലോകത്തിൽ പരിചോടിറെ ചേർക്കട്ടെ പാറയ്ക്കുമോ മറന്നീടല്ലേ സോനുനാഥ ശുശ്രൂഷകരാമാചാര്യരെ
ഉയർപ്പേൻ വലിയൊരു നാളികൾ അവർ കേൾക്കണമേ മോകാന്തി മുറിയോറാഹെ വേലനുവാദാരേ ഉടഞ്ഞോട്ടിത്തകിടൂ ബലിപീഠത്തിലിരെ പോട്ട് നിർമ്മലരായി പരികർമ്മിപ്പോ രാജാര്യർക്കവചൂടേട്. ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചുണ്ടാക്കിയ കർത്താവിനാൽ നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകും. ആത്മീയമായ ശുശ്രൂഷ ഞങ്ങളോട് സംബന്ധപ്പെട്ടവരാ നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് പുണ്യപ്പെടുത്തുവാനാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെ വിശ്വാസികളായ നിങ്ങളുടെ മരിച്ചവരെ പുണ്യപ്പെടുത്തിയിരുവാറാകട്ടെ. ബലഹീനമുള്ളതും കുറ്റമുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥനകളും ശുശ്രൂഷകളും ഭയങ്കര ഉന്നതമായ സിംഹാസനം കേൾക്കപ്പെട്ടതും അംഗീകരിക്കപ്പെട്ടതും ആക്കി തീർക്കണമേ. ക്രിസ്തനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങളുടെ കാരുണ്യം ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിക്കരുതേ, പിന്നെയോ ദുഷ്ടതകളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുമുള്ളതാകുന്നു. ആമേൻ. നിനക്ക് സമാധാനം. കർത്താവിലൂടെ സ്ത്രീകളും നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ കർത്താവ് യേശുമിശിഹാ വാഴ്ത്തപ്പെട്ടവളാകുന്നു. ശുദ്ധമാർത്തമരമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും മനസ്സമേത്തും ദൈവം നമ്മുടെ അപേക്ഷണമേ. അമ്മേ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നന്ദിയുടെ ഒരു വാക്ക് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ദേവാലയത്തിന്റെ ശതാബ്ദിയോട് അനുബന്ധിച്ച് ഇവിടെ ഏറ്റവും വലിയ ഒരാഗ്രഹം നമ്മുടെ ദേവാലയം ഒന്ന് പുതുക്കി പണിത് നമുക്ക് ആരാധനയിൽ വീണ്ടും സംബന്ധിക്കുക എന്നുള്ളതായിരുന്നു. അതിന് പ്രകാരം ഏതാണ്ട് 2.5 മാസം മുമ്പ്, പ്രത്യേകിച്ച് 8 നോമ്പിന്റെ ആദ്യത്തെ ദിവസം കുർബാനയ്ക്ക് ശേഷം ബാക്കിയുള്ള ദിവസങ്ങളെല്ലാം നമ്മുടെ അരമനയിൽ മിൽത്യോസ് തിരുമേനിയുടെ അരമനയിൽ അല്ലെങ്കിൽ തുമ്പോൺ ഭദ്രാസന അരമനയിലായിരുന്നു വിശുദ്ധ കുർബാന അർപ്പിച്ചത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുപോലെ തന്നെ തയ്യാറായാലുമായിട്ടൊക്കെ നമ്മൾ വിശുദ്ധ കുർബാന അർപ്പിച്ചു. ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ദേവാലയം പുതുക്കിപ്പണിതായ സമയത്ത് ആരാധന മുടങ്ങരുതെന്ന് കണ്ടുകൊണ്ട് തിരുമേനി നേരത്തെ പറഞ്ഞിരുന്നു. ഇവിടെ മുടങ്ങാതെ അരമനയിൽ വന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കാൻ തൊട്ടുള്ള അനുവാദം തന്നു. അതിന് പ്രകാരം നമുക്ക് ഈ 2.5 മാസക്കാലം അവിടെ ആരാധന അർപ്പിച്ചു. ദൈവത്തിന് അളവറ്റ കരുണയാൽ ദേവാലയത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കി. ഇന്ന് പ്രത്യേകിച്ച് പരിശുദ്ധ സഭയെ സംബന്ധിച്ചിടത്തോളം ഖൂദസ് ഈത്തോ ഞായറാഴ്ചയാണ് നാളെ. ഇന്ന് അതായത് സഭയുടെ പുതുക്കത്തിന്റെ അതേ ദിവസം തന്നെ നമുക്ക് ദേവാലയം ശുദ്ധീകരണത്തോടെ പുതുക്കത്തോടെ ദേവാലയത്തിൽ വന്ന് ആരാധിപ്പാനും നാളെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനും ദൈവം അവസരം നൽകി. അതുപോലെ തന്നെ ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം പുണ്യശ്ലോകനായ ലിബിനാമൻ ലിയോ തോമസ് കോർപ്പിസ്കോപ്പ അച്ഛനെ മറക്കുവാനായിട്ട് നമുക്ക് സാധിക്കില്ല. അച്ഛന്റെ 40ാം ചരമവാർഷിക ദിനമാകുന്നുവല്ലോ നാളെ. മിൽത്യോസ് തിരുമേനി ആകുന്നുവല്ലോ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത്. ഇത് വലിയൊരു ഭാഗ്യമായിട്ട് കാണുകയാണ്. ഈ നാളത്തെ ദിവസങ്ങളിൽ നമുക്ക് വന്ന് ഇത് ആരാധനയിൽ സംബന്ധിപ്പാൻ തക്കവണ്ണം ഇടയാകട്ടെ. എൻ്റെ ഒരുക്കത്തോടു കൂടി ആയിരിക്കാനായിട്ട് പ്രത്യേകമായിട്ട് ഒരുക്കുന്നു, പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ദേവാലയത്തിന്റെ നിർമ്മാണം പൂർണ്ണമായിട്ട് പൂർത്തിയായിട്ടില്ല. അതിന്റെ നിർമ്മാണം നിങ്ങൾക്കറിയാം, നോക്കിയാൽ പല കുറവുകളൊക്കെയും ഉണ്ട്. ചിത്തോലകൾ മാറ്റുവാനായിട്ടുണ്ട്, മെഴുതിരിക്കാലുകളൊക്കെ മാറ്റുവാനായിട്ടുണ്ട്, കുരിശുകളൊക്കെ മാറ്റുവാനായിട്ടുണ്ട്. അതുപോലെ പല പല പണികളും ഇവിടെ നമുക്ക് നടത്തുവാനായിട്ടുണ്ട്. അതിന് എല്ലാവരുടെയും പ്രാർത്ഥനകളും സഹകരണവും വീണ്ടും ഉണ്ടായിരിക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. ഞാനിതൊരു പിരിവായിട്ട് പറയുകയല്ല. നമുക്കറിയാം, നമ്മുടെ ഇടവക ജനങ്ങൾ അവരെ കൊണ്ട് കഴിയാവുന്ന തരത്തിൽ ഇടവകയിലെ എല്ലാ കാര്യങ്ങളും അവർ സഹകരിക്കുന്നുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ സാമ്പത്തികമായ പ്രയാസം ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായി. നമുക്ക് ഇതിന്റെ പള്ളിയുടെ ഭാരവാഹികൾക്ക് അറിയാം അതിൻ്റെതായ പ്രയാസങ്ങൾ. എങ്കിലും ഒരുപാട് പേര് സഹകരിക്കാൻ ഇനിയും ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ പൂർണ്ണമായ സഹകരണം വീണ്ടും പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാനായിട്ടുണ്ട്. ആ കാര്യങ്ങളിൽ എല്ലാവരും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണമേ. പ്രത്യേകിച്ച് ഇന്ന് കടന്നു വന്ന്
പിന്നെ മിൽത്യോസിമിനോട് നന്ദി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല എങ്കിലും പിന്നെ തിരുമേനി എഴുന്നള്ളി ഇന്ന് ഈ കൂദാശ ശുദ്ധീകരണ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി, സന്ധ്യാ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. പിന്നെ തിരുമേനിയുള്ളതായ നന്ദി. ഇടവയ്ക്ക് വേണ്ടി തൃപ്പാദങ്ങൾ കൃത്യമായിട്ട് സമർപ്പിക്കുന്നു. അതുപോലെ നല്ല വന്യ വൈദിക ശ്രേഷ്ഠരുള്ളതായ നന്ദി ബഹുമാനപ്പെട്ട ഇലിയാസച്ചൻ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട വിപിനച്ചൻ, അഖിലച്ചൻ, സച്ചിനച്ചൻ, അതുപോലെ തന്നെ ബിജു അച്ഛൻ എന്നുള്ള നന്ദിയും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഒരിക്കൽ കൂടി അറിയിക്കുന്നു, നാളെ നേരത്തെ ഓർപ്പിച്ചതുപോലെ തിരുമേനിയുടെ കുർബാനയാകുന്നുവല്ലോ നാളെ. അതുപോലെ തന്നെ കടന്നു വന്ന എല്ലാവരുള്ള നന്ദി. ഇത് വലിയൊരു ചടങ്ങായിട്ടൊന്നും നമ്മൾ പ്രതീക്ഷിച്ചില്ല. ഒരു ശുദ്ധീകരണ കൂദാശ ഇത്രയും പേര് കടന്നു വന്നു. വളരെ സന്തോഷം, വളരെ നന്ദിയോടെ എല്ലാവരും ഓർക്കുന്നു. പള്ളി ഭാരവാഹികൾ, പ്രത്യേകിച്ച് ശതാബ്ദി ആഘോഷത്തിൻ്റെതായ അതിൻ്റെ എല്ലാ ഭാരവാഹികൾ, നിർമ്മാണ കമ്മിറ്റി അംഗങ്ങൾ എന്നിവരുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. നാളെ വിശദമായ കാര്യങ്ങളൊക്കെയും പറയുന്നുണ്ട്. കടന്നു വന്ന എല്ലാവരുടെയും നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. കടന്നു വന്നിട്ടുള്ള എല്ലാവർക്കും ഒരു റിഫ്രഷ്മെന്റ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിലും വലിയൊരു റിഫ്രഷ്മെന്റ് അല്ല, അതിലും എല്ലാവരുടേതായ പങ്കാളിത്തം ഉണ്ടാകണം. ഇവിടെ കൈമുത്ത് ഉണ്ട്. ആ കൈമുത്തിടുമ്പോഴും അതിൻ്റെതായ രീതിയിൽ പ്രത്യേകിച്ച് കൂദാശയ്ക്ക് ശേഷം അല്ലെങ്കിൽ ശുദ്ധീകരണത്തിന് ശേഷമുള്ളതായ കാര്യമാണ്. അതിനും ഇന്നും നാളെയുമായിട്ടുള്ള നിങ്ങൾക്ക് അവസരമുണ്ട്. നിങ്ങളുടെ ഏറ്റവും നിറഞ്ഞതായ സ്നേഹം നിറഞ്ഞതായ സംഭാവനകളും ദശാംശങ്ങളും ഒക്കെ നിക്ഷേപിക്കാനുള്ള സമയങ്ങളുണ്ട്. അതിലും എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം എന്നൊരു കാര്യം പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. നാളെ രാവിലെ പതിവ് പോലെ 7:30 നമസ്കാരം, 8:30 വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കുന്നതാണ്. ഹുസ്വയെ പ്രാപിക്കാനായിട്ടുണ്ടെങ്കിൽ അവർ മുൻപോട്ട് കടന്നു വരേണ്ടതാണ് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. നാളത്തെ ഒരു ദിവസം നമ്മുടെ തോമസ് കോർപ്പീസ് കോപ്പായ്ക്ക് വേണ്ടി ആണ്. അതിനനുസരിച്ച് കാര്യങ്ങൾ അതിനുശേഷം പല പല ചടങ്ങുകളൊക്കെ ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. അതിലും എല്ലാവരും സംബന്ധിക്കണം എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. നേർച്ച വിതരണമൊക്കെ നാളെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഉണ്ടായിരിക്കുന്നതാണ് എന്നുള്ള കാര്യവും പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. യജമാനൻ വരുമന്നേര തോണർവുള്ളോരായി തൻ മുന്തിരി തോപ്പിൽ പണിയായി കാൺമോരോ ധന്യരാം പകലെല്ലാം തൻ കൂടെ പണിതോർ കവനരങ്ങി പരികർമ്മിച്ചിടും താതനിരത്തും മേശയ്ക്കാൽ പരികർമ്മിക്കും സുതൻ റുക്കുദിശാപാലകരിത്ത മുടയുന്നോരോ മുടി